ശരിക്കും പറഞ്ഞാൽ 7 ലക്ഷത്തിന് വീട് വാങ്ങുന്നവർക്ക് ഒരു $5,000 ചിലവാകുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എത്ര ദിവസം എടുക്കും ഒരു പ്രീ അപ്രൂവൽ കിട്ടാനായിട്ട്? എനിക്ക് ഒരു 40 ലെൻഡേഴ്സുമായിട്ട് എനിക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് ചെറിയൊരു വീട് ആദ്യം മതി, വാടക ഒഴിവാക്കുക എന്നുള്ളവർക്ക് ഈ സ്കീം പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ ന്യൂസിലൻഡ് സിറ്റിസൺ ആണെങ്കിലും 444 സബ് ക്ലാസ് വിസയിലുള്ള ആൾക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. റിട്ടയർമെൻറ്റ് നേരത്തെ ആക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പറിൽ കുറച്ച് പൈസ കിടന്നാൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിന് വേണ്ട ലോൺ ചെയ്യാറുണ്ടോ? ഇപ്പം നമ്മുടെ സിബ്ലിങ്സോ പാരൻസോ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഈ ജെന്യുവൻ സേവിങ്സ് 5% പറയുമല്ലോ, അത് 3 മാസത്തെ ജെന്യുവൻ സേവിങ്സ് ആണ്, അത് 1 മന്തിലെ ജെന്യുവൻ സേവിങ്സ് ആണ് ഇവർ ചോദിക്കുന്നത്? നമുക്ക് ഒരു പേ സ്ലിപ്പ് കിട്ടിയാൽ മതി. സ്റ്റാമ്പ് ഡ്യൂട്ടി ഫുള്ളായിട്ട് വേവ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട് മെയ് 1 തുടങ്ങി. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്നത് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, കാറ്, നല്ല ഫാമിലി, അടിപൊളി ഒരു ലൈഫിന് വേണ്ടിയാണ്. പക്ഷേ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് പലപ്പോഴും നല്ലൊരു വീട് നമ്മൾ ആഗ്രഹിച്ച പോലെ മേടിക്കാനായിട്ട് സാധിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള സംഭവമല്ലെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകണം, നല്ലൊരു വീട് വേണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. മനസ്സിലാകും നമുക്ക് ഡിപ്പോസിറ്റ് ഒരു വലിയ വിഷയമായിട്ട് പുതിയ വന്ന ആൾക്കാർക്ക്, അതല്ല ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പലപ്പോഴും ഡിപ്പോസിറ്റാണ് ഒരു വിഷയമായിട്ട് വരുന്നത്. പക്ഷേ ഗവൺമെൻറ് സഹായിക്കാനായിട്ട് ഒരുപാട് പോളിസികളും ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ അവർ കൊണ്ടുവരും. പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കില്ല അതിൻ്റെ ആ ഗുണങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജോയിയാണ്. അദ്ദേഹം വീട് മേടിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും അതേപോലെ തന്നെ മോർഗേജ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹം മലയാളികളെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും അവർക്ക് വീട് മേടിച്ച് കൊടുക്കാനായിട്ട് ലോൺ എടുത്ത് കൊടുക്കുകയും ചെയ്ത ആളാണ്. ജോയി, നമസ്കാരം. നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? അതെ. നാട്ടിലെവിടെയാണ് ജോയി? ഞാൻ അങ്കമാലി അല്ലേ? ഓക്കെ. അങ്കമാലിയിൽ വളരെ പോപ്പുലർ അങ്കമാലി പോർക്ക്, പിന്നെ നിങ്ങളുടെ മാങ്ങാക്കറി. ശരിക്കും പറഞ്ഞാൽ മാങ്ങാക്കറി ഇവിടെ വന്നതിന് ശേഷം കഴിക്കുന്നത് കേട്ടോ. നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഇവിടെ മാങ്ങ ഉണ്ട്, പക്ഷെ വേറെ രീതിയിൽ വെക്കുന്നത്. അങ്കമാലിക്കാർക്കാണ് മാങ്ങായും മീനും അല്ലേ? ഇപ്പോൾ മാങ്ങ തന്നെയും ചെയ്യുന്നുണ്ട്, മീനും കോമ്പിനേഷനും ഉണ്ട്. ഉണ്ടല്ലേ? ഇച്ചിരി ചോറും കൂടെ കൂട്ടി അടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഒരു രസമുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരെ അതൊക്കെ നഷ്ടപ്പെടുത്തി. അതെ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ചെയ്യാം, പക്ഷെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു എക്സൈറ്റഡ് ടേസ്റ്റിലേക്ക് എത്തുന്നില്ല. എത്ര പാടാ. പക്ഷെ നമുക്ക് മാങ്ങാക്കറി നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ നമുക്കൊരു വീട് മേടിക്കണം. അതെ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ ഏറ്റവും പ്രശ്നങ്ങളിലൊന്ന് ഈ ഡിപ്പോസിറ്റ് തന്നെയാണ്. അത്ര എളുപ്പമല്ല. എന്തുമാത്രം ശമ്പളം നമുക്കുണ്ടെങ്കിലും ഇപ്പം നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവരായാലും IT പ്രൊഫഷണൽസ് ആയാലും ഈ ഡിപ്പോസിറ്റ് ഉണ്ടാക്കാത്ത എളുപ്പമുള്ള കേസല്ല. അപ്പോൾ അതിനായിട്ട് ഗവൺമെൻറ് പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുമുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് 2% സിംഗിൾ പേരൻസിനാണെങ്കിൽ 5% ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർക്കായിട്ടുള്ളത്. അപ്പോൾ ഈ 5% ആർക്കൊക്കെയാണ് സഹായിക്കുന്നത് ശരിക്കും? 5% ഡെപ്പോസിറ്റ് നോ LMI സ്കീം. അതൊരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൊടുക്കുന്നൊരു ആനുകൂല്യമാണ്. അത് ഓൾ ഓസ്ട്രേലിയയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് 20% ഡെപ്പോസിറ്റ് ഇല്ലാത്ത ഒരു കസ്റ്റമർ ലോണിന് ചെല്ലുമ്പോൾ LMI ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് സാധാരണ ബാങ്കുകൾ ചാർജ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ പോളിസിയിൽ നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ 5% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ബാക്കി 15% ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന LMI ഒഴിവാക്കുന്നു. അപ്പോൾ അത് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് 18 വയസ്സ് കഴിഞ്ഞ ആളായിരിക്കണം, പിന്നെ ഓസ്ട്രേലിയൻ സിറ്റിസണോ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂസിലൻഡ് സിറ്റിസൺ ആണെങ്കിലും 444 സബ് ക്ലാസ് വിസയിലുള്ള ആൾക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിന് ഇൻകം കണ്ടീഷൻസ് ഉണ്ട്. അതായത് സിംഗിളായിട്ട് വാങ്ങുന്ന ആളാണെങ്കിൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ആണെങ്കിൽ 2023-24 അവരുടെ ടാക്സബിൾ ഇൻകം 125,000 1.25 ലക്ഷത്തിൽ കൂടുതൽ പാടില്ല. ഇനി ജോയിൻ്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ
അവരുടെ കമ്പൈൻഡ് ഇൻകം വന്നിട്ട് 2 ലക്ഷത്തിന് മേലെ പോകാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ന്യൂസിലൻഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസിലൻഡ് സിറ്റിസൺ ന്യൂസിലാൻഡുകാർക്ക് അവിടെ അവർക്കൊരു സബ് ക്ലാസ് 440 സ്പെഷ്യൽ ക്ലാസ് വിസയുണ്ട്. ആ വിസയിലാണെങ്കിൽ അവർ എലിജിബിൾ ആണ്. അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ഉള്ള ഒരു സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ ഈ 5% പകരം വെറും 2% മതി ഡെപ്പോസിറ്റ്. എല്ലാ ബാങ്കുകാരും കൊടുക്കുന്നുണ്ടോ അതോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാങ്കുകാർ മാത്രമേ? ഇതിൽ മേജർ ബാങ്കുകളാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. 3 ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്. മേജർ 3 ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. വേറെ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലിമിറ്റുകളും കാര്യങ്ങളൊന്നുമില്ല? ലിമിറ്റ് ഉണ്ട്. ഓരോ ഏരിയയിൽ വാങ്ങുന്നതിന് ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ മെൽബൺ ഏരിയയിലാണെങ്കിൽ, മെൽബൺ മെട്രോ ഏരിയയിലാണെങ്കിൽ 8 ലക്ഷമാണ് പർച്ചേസ് ക്യാപ്പ്. റീജിയണൽ വിക്ടോറിയയിലാണെങ്കിൽ ഈ ക്യാപ്പ് 6.5 ലക്ഷമാണ്. പിന്നെ ഇപ്പോൾ സിഡ്നി ഏരിയയിലാണെങ്കിൽ 9 ലക്ഷം. ഓരോ സ്റ്റേറ്റ് വ്യത്യാസമുണ്ട്. ബ്രിസ്ബെയിൻ സിറ്റി ഏരിയയിൽ 7 ലക്ഷം. പിന്നെ ഇപ്പോൾ പെർത്ത് അഡലേഡ് സിറ്റി ഏരിയകളിൽ 6 ലക്ഷം. പിന്നെ റീജിയണലിലേക്ക് പോകുമ്പോൾ ഈ പ്രൈസ് ക്യാപ്പ് വ്യത്യാസമുണ്ടല്ലേ? ഇത് പറഞ്ഞത് ഈ 5% ക്യാപ്പിന്റെ കാര്യമാണോ പറഞ്ഞത്? 5%. ഈ ഒരു സ്കീം ഇത് ഫസ്റ്റ് ഹോം ബയേഴ്സിന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഏത് തരത്തിലുള്ള വീട് വാങ്ങാം. യൂണിറ്റോ ടൗൺ ഹൗസോ അല്ലെങ്കിൽ ഒരു മറ്റേ എസ്റ്റാബ്ലിഷ്ഡ് വീടോ. പുതിയത് വേണമെന്നില്ല, പുതിയതും വാങ്ങാം. പിന്നെ ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ഒരുമിച്ച് വരുവാണെങ്കിൽ അതും നമുക്ക് ഈ സ്കീമിൽ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ജോയി, ക്യൂൻസ്ലാൻഡിൽ ഒരു വലിയൊരു ഓഫറുണ്ട്. അതെന്താണ് സംഭവം? ജൂൺ 30 മുമ്പ് പുതിയ വീട് വാങ്ങുന്ന ആൾക്കാർക്ക്, പുതിയ വീട് ഇതുവരെ ആരും അത് ഒക്യുപ്പൈ ചെയ്യാത്തൊരു പ്രോപ്പർട്ടി, അത് ഒരു വീടാവാം, ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ്, അങ്ങനത്തെ ഒരു ഇതിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഹോം ഓണേഴ്സ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് വേറൊരു അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ അത് ഇപ്പോൾ $30,000 ഉണ്ട്. അത് ഇതിൻ്റെ കാലാവധി ജൂൺ 30 അവസാനിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പാണ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് ഹോം ഗ്യാരണ്ടി സ്കീം, അത് ഞാനിപ്പോൾ പറഞ്ഞ 5%-ൻ്റെ ആ സ്കീം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ഫസ്റ്റ് ഹോം ഓണേഴ്സ് ഗ്രാൻഡ്, നമ്മളതിനെ ഫോഗ് എന്ന് പറയും. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഫസ്റ്റ് ഹോം ഓണേഴ്സിന്, ഫസ്റ്റ് ഹോം വാങ്ങുന്ന ആൾക്കാർക്ക് ക്യൂൻസ്ലാൻഡിന് ഇപ്പോൾ 7 ലക്ഷം വരെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ ഇതിൻ്റെ ഹോം ഗ്യാരണ്ടി സ്കീമിൻ്റെ മാക്സിമം പ്രൈസ് ക്യാപ്പ് 7 ലക്ഷമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 7 ലക്ഷത്തിൻ്റെ ഒരു വീട്, ഇപ്പോൾ പുതിയ വീട് ഫസ്റ്റ് ഹോം ആയിട്ടുള്ള ഈ 3 ബെനിഫിറ്റും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ 7 ലക്ഷത്തിൻ്റെ വീട് വാങ്ങുന്നവർക്ക് ഒരു $5,000 ചിലവാകുന്നുള്ളൂ. അതൊരു നല്ലൊരു ഇൻഫർമേഷനാണ്. ഇത് പ്രത്യേകിച്ച് ക്യൂൻസ്ലാൻഡിലാണ്. നമുക്ക് ബ്രിസ്ബൻ ഏരിയയിൽ $7 ലക്ഷം വരെയുള്ള വീട് ബ്രാൻഡ് ന്യൂ ആയിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് പണിയിപ്പിക്കാം, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് അവിടെ ആൾ താമസിക്കാൻ പാടില്ല. ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള നമുക്ക് മേടിക്കുകയും ചെയ്യാം. ആ വീടിന് നമുക്ക് 5% എന്ന് പറയുന്നത് $7,35,000 വേണ്ടത്. പക്ഷേ വെറും $5,000 നമുക്ക് ആ വീട് സ്വന്തമായിട്ട് മേടിക്കാനായിട്ട് സാധിക്കും. അതിന് കണ്ടീഷൻസും ക്രൈറ്റീരിയസും എല്ലാം ഉണ്ട് കേട്ടോ. എങ്കിലും പറയുവാണ്, നമ്മൾ ആ സാധനങ്ങൾ, ഈ കണ്ടീഷൻസും ക്രൈറ്റീരിയകളും നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് മേടിക്കുവാണെങ്കിൽ വെറും $5,000 നമുക്കൊരു വീട് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഹോം ബയേഴ്സിനെ സഹായിക്കാനായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഉപകരിക്കാൻ പറ്റും അല്ലേ? പിന്നെ ഈ പുതിയതായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്ന ആൾക്കാർക്ക് ഈ സ്കീം വളരെ പ്രയോജനപ്രദമാണ്. അതായത് ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും ഈ ബെനിഫിറ്റ് കിട്ടും. അല്ലാതെ നേഴ്സുമാരായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇല്ല, ഏത് പ്രൊഫഷനുള്ളവർക്കും കിട്ടും കേട്ടോ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 23-24 ഇൻകം ആണല്ലോ നമ്മൾ നോക്കുന്നത്. ആ ഫിനാൻഷ്യൽ ഇയറിൽ പാർഷ്യലായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും 2 ലക്ഷം വീതം സാലറി നിങ്ങൾക്ക് ഉള്ള ജോബ് ആണെങ്കിൽ കൂടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ പാർഷ്യലായിട്ടാണ് ഇവിടെ ജോലി ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ കമ്പൈൻഡ് ഇൻകം 2 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഇൻകം വൈസ് ഈ സ്കീമിന് എലിജിബിൾ ആണ്. അതല്ലെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ അവർക്കിടെ 23-24 ഇൻകം 0 ആണ്. അവർക്കും എലിജിബിൾ ആണ്. അപ്പോൾ അവർക്ക് നല്ല ഇൻകം ഉള്ള ആൾക്കാരായാൽ പോലും അവർക്ക് ചെറിയൊരു വീട് ആദ്യം മതി, വാടക ഒഴിവാക്കുക എന്നുള്ളവർക്ക് ഈ സ്കീം പ്രയോജനപ്പെടുത്താം. ഇത് മറ്റുള്ള സ്റ്റേറ്റുകളിലും ഉണ്ടോ? ഇത് ഈ ഹോം ഗ്യാരണ്ടി സ്കീം ത്രൂ ഔട്ട് ഓസ്ട്രേലിയയാണ്. ഈ ഹോം ഗ്യാരണ്ടി സ്കീം എല്ലാ സ്റ്റേറ്റിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഫസ്റ്റ് ഹോം ഓണേഴ്സ് ഗ്രാൻഡ് അതായത് സ്റ്റേറ്റ് റവന്യൂ ഓഫീസിലാണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ വിക്ടോറിയയിലാണെങ്കിൽ ഇതുപോലെ ബ്രാൻഡ് ന്യൂ ഹോം പണിയുമ്പോൾ $10,000 ഈ ഫോഗ് ഉള്ളൂ, ഫസ്റ്റ് ഹോം ഓണേഴ്സ് ഗ്രാൻഡ് ഉള്ളൂ. ആ സമയം ഇപ്പോൾ ക്യൂൻസ്ലാൻഡിൽ ഈ
ഇപ്പോൾ നിലവിൽ $30,000 ഉണ്ട് ബ്രാൻഡ് ന്യൂ ഹോം പണിയുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് ഈ ജൂൺ കഴിഞ്ഞാൽ അത് തീർന്നു. അതേപോലെ തന്നെ എനിക്ക് നോർത്തേൺ ടെറിട്ടറിയിലും ഏകദേശം $50,000 എടുത്തങ്ങാണ്ട് ഈ ഫസ്റ്റ് ഹോമേഴ്സ് ഓണേഴ്സ് ഗ്രാൻഡ് ഉണ്ട്. പക്ഷേ പല സ്റ്റേറ്റിലും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ അത് കുറിച്ച് മറ്റുള്ള സ്റ്റേറ്റുകളെ കുറിച്ചൊക്കെ അറിയാനാണെങ്കിൽ ജോയിയെ വിളിച്ചാൽ മതി, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വിക്ടോറിയയിലായാലും മെൽബണും റീജിയനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റീജിയണൽ ഏരിയയിൽ ഈ ഹോം ഗ്യാരണ്ടി സ്കീം വളരെ യൂസ്ഫുൾ ആണ്. കാരണം വിക്ടോറിയയിൽ റീജിയണൽ ഏരിയയിൽ പ്രൈസ് അധികം ഇല്ല. ഇപ്പോൾ മെൽബൺ ഏരിയയിൽ വില കൂടുതലാണ്. 8 ലക്ഷം വരെ ഉണ്ട്, ക്യാപ്പ് ഉണ്ട്. പക്ഷെ മറ്റുള്ള ഏരിയകളിൽ 6.5 ലക്ഷം വരെ ഉണ്ട്. ഇപ്പോൾ ഹോർഷാമായാലും ബെൻഡിഗോ, ജീലോങ്ങിൽ 8 ലക്ഷം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളിൽ പ്രോപ്പർട്ടിയുടെ വില കുറവായിരിക്കും. അപ്പോൾ അവർക്ക് സ്റ്റിൽ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. റീജിയൽ ഏരിയ താമസിക്കുന്നവർക്ക് ഇത് മേടിക്കാം. കാരണം ഒരു $6 ലക്ഷം താഴെ വീട് ഇപ്പോഴും ഇഷ്ടംപോലെ കിട്ടാൻ. പിന്നെ അവർക്ക് 6 ലക്ഷം ഫസ്റ്റ് ഹോം ബയർ ആണെങ്കിൽ 6 ലക്ഷം വരെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും വേവ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ അവർക്ക് ഒത്തിരി ഡെപ്പോസിറ്റ് വേണ്ടി വരത്തില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 5% എന്ന് പറയുമ്പോൾ നമ്മൾ റിയലി ചെന്ന് കഴിയുമ്പോൾ 5% കിട്ടില്ലെന്ന് പല ആൾക്കാരും കംപ്ലയിൻറ്റ് പറയാറുണ്ട്. പക്ഷേ അത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വിക്ടോറിയയിൽ $6 ലക്ഷം വരെയാണ് നമുക്ക് വീട് മേടിക്കാനായിട്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വേവ് തരുന്നതെങ്കിൽ നമ്മൾ 6 ലക്ഷത്തിന് താഴെ നിൽക്കണം. അത് നമ്മൾ 7-7.5 ലക്ഷം ആയിക്കഴിഞ്ഞാൽ $25,000 കയറും. അങ്ങനെയാണ് നമുക്ക് 5% ഡിപ്പോസിറ്റിൽ വീട് മേടിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് പോളിസികൾക്കകത്ത് തന്നെ നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലേ? അപ്പോൾ അത് മേടിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അത് വീട് തന്നെ മേടിക്കണമെന്നില്ല, നമുക്കത് ടൗൺ ഹൗസ് മേടിച്ചാലും മതി, ടൗൺ ഹൗസ് യൂണിറ്റ് എന്തായാലും മതി. ഈ ഹോം ഗ്യാരണ്ടി സ്കീം യൂസ് ചെയ്യാം. പക്ഷെ ഫോഗിന് ബ്രാൻഡ് ന്യൂ ഇതുവരെ ആരും ഒക്യുപ്പൈ ചെയ്യാത്ത വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഈ മെയ് 1-ാം തീയതി തുടങ്ങി ക്യൂൻസ്ലാൻഡിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു നിയമം വരാൻ പോകുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഹോം ഇതേപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ആയിരിക്കണം. അങ്ങനത്തെ വാങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേക്കൻ ലാൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇത് ആണെങ്കിൽ, ഓൺ ഓക്യുപ്പൻസി ആണ്, ഫസ്റ്റ് ഹോം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫുള്ളായിട്ട് വേവ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട്. മെയ് 1 തുടങ്ങി. ക്യാപ്പില്ല. മറ്റുള്ള സ്റ്റേറ്റുകളിലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ സിമിലർ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും ഇതുപോലെ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി പദ്ധതികളുണ്ട്. ജോയി എല്ലാ സ്റ്റേറ്റിലും ചെയ്യാറുണ്ടോ? അതോ ഞാൻ എൻ്റെ സർവീസ് ഓൾ ഓവർ ഓസ്ട്രേലിയ ഉണ്ട്. ടാസ്മാനിയയിലൊക്കെ ചെയ്യും? എല്ലാ സ്റ്റേറ്റിലും ചെയ്യും. എനിക്ക് ഒരു 40 ലെൻഡേഴ്സുമായിട്ട് എനിക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. മേജർ ബാങ്കുകളും ഉണ്ട്, നോൺ ബാങ്ക് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ബാങ്ക്സും ഉണ്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എവിടെയാണോ സൂട്ടബിൾ അവിടെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എത്ര ദിവസം എടുക്കും ഒരു പ്രീ അപ്രൂവൽ കിട്ടാനായിട്ട്? വിത്തിൻ 1 ഡേ എനിക്ക് നോക്കി പറയാവുന്നതാണ് എത്ര നമുക്ക് ലോൺ കിട്ടും. ന്യൂ കമേഴ്സ് വന്നിരിക്കുന്ന മലയാളികൾ പലർക്കും സിംഗിൾ ഏണറായിരിക്കും. ഈ സിംഗിൾ ഏണേഴ്സിന് ലോൺ തരുന്ന ബാങ്കുകളുണ്ടോ? ലോൺ കിട്ടും, പക്ഷെ അവരുടെ ഈ ബോറോയിങ് പവർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പോൾ ഡിസബിലിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ഊബർ ഓടിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് കൂടുതലും നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം കുഞ്ഞു പിള്ളേർ കാണും, ആരെങ്കിലും നമ്മൾ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ വേണം, പിക്ക് ചെയ്യാൻ വേണം, അതല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ആൾക്കാർ വേണം, അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും യങ് ഫാമിലീസിൽ ഒരാളായിരിക്കും പെർമനൻറ്റ് ജോബി, മറ്റേ ആൾ ക്യാഷ്വലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ്? ഊബർ ഡ്രൈവർ, അതുപോലെ തന്നെ മറ്റു ഡെലിവറി ജോബ്സൊക്കെ നമ്മൾ ABNൽ നിന്നിട്ട് ചെയ്യുന്ന ജോലികളാണ്. അത് നമുക്കൊരു സാലറി, അതായത് ഞങ്ങൾ PAYG എന്ന് പറയും, അങ്ങനത്തെ ഒരു ജോലിയല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻകം ലോൺ കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 1 ഇയറാണ് മിക്ക ബാങ്കുകളും ചോദിക്കുന്നത്. ചില ബാങ്കുകൾ അതിൽ കൂടുതൽ വേണം. ആ സമയം നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോബാണെന്നുണ്ടെങ്കിൽ, പെർമനന്റ് ജോലിയാണെങ്കിൽ നമുക്ക് ഒരു പേ സ്ലിപ്പ് കിട്ടിയാൽ മതി. ഈ ജെന്യുവൻ സേവിങ്സ് 5% പറയുമല്ലോ, അത് 3 മാസത്തെ ജെന്യുവൻ സേവിങ്സ് ആണ്, അത് 1 മന്തിലെ ജെന്യുവൻ സേവിങ്സ് ആണ് ഇവർ ചോദിക്കുന്നത്? ഹോം ഗ്യാരണ്ടി സ്കീമിൽ 3 മന്ത് ജെന്യുവൻ സേവിങ്സ് ആണ് മിക്ക ബാങ്കുകളും ചോദിക്കുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സിബ്ലിങ്സോ പാരൻസോ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ നോൺ റിഫണ്ടബിൾ ഗിഫ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോം ഗ്യാരണ്ടി സ്കീമിൽ അവർക്കുടെ ഒരു ഗിഫ്റ്റ് ലെറ്ററോട് കൂടി തന്നെ നമുക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അത് എല്ലാ ബാങ്കുകളും ഇല്ല, 1-2 ബാങ്കുകൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നഴ്സസിൻ്റെ സ്കീമുണ്ട്. അതായത് 10%
നോ LMI എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ. പക്ഷെ അതിന് ഈ പ്രൈസ് ക്യാപ്പ് ബാധകമല്ല. എത്ര പ്രൈസിൽ പോയാലും കുഴപ്പമില്ല. അതായത് നമുക്ക് ആ പർച്ചേസ് പ്രൈസിൻ്റെ 10% ഇട്ടാൽ മതി, 20% ഇടണം നിർബന്ധമില്ല. അപ്പോഴും നമുക്ക് ഈ LMI വേവ് ചെയ്ത് കിട്ടും. അത് നഴ്സസ്, കുറച്ച് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന്. അപ്പോൾ അതിന് ചില ഇൻകം ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇയർലി 90,000 മിനിമം ഏൺ ചെയ്യുന്ന ആളായിരിക്കണം. റീഫിനാൻസ് നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുമോ, അതോ റീഫിനാൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രോപ്പർട്ടിയിൽ ഓൾറെഡി ഇക്വിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇപ്പോഴത്തെ നിലവിലുള്ള വാല്യൂവിൻ്റെ 80% വരെ നമുക്ക് LMI കൂടാതെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് അത് ഡെപ്പോസിറ്റായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ്. കയ്യിൽ പൈസ നിലവിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഇക്വിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ അതിൽ പുതിയ പ്രോപ്പർട്ടിയിലേക്കുള്ള 20% ഡെപ്പോസിറ്റ്, പിന്നെ അതുപോലെ തന്നെ അതിന് വരുന്ന ചിലവുകൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി ചിലവുകൾ, ബയർ ഏജൻറ്റ് ഫീ, ഇതെല്ലാം നമുക്ക് ഈ പറയുന്നതിൽ ചെയ്യാം. അപ്പോൾ ജോയി റീഫിനാൻസും ചെയ്യും. റീഫിനാൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും നമ്മളിതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ പല ആൾക്കാരും കൂടിയ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും പേ ചെയ്യുന്നത്. അതൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ പല ബാങ്കുകളിലേക്ക് മാറുക. റീഫിനാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ആകെ മൊത്തം കൊണ്ട് ശ്രദ്ധിക്കുന്നത് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ചില ബാങ്കിൽ സ്വല്പം ഇൻട്രസ്റ്റ് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പം അവിടെ ചിലപ്പോൾ സർവീസ് ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് കമ്പൈൻ ചെയ്ത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയി ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ജോയി എൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് കടന്നു പോകും. അപ്പം ചെയ്യേണ്ടതാണെങ്കിൽ ജോയി ചെയ്യാനായിട്ട് സഹായിക്കും അല്ലേ? പിന്നെ ഒരുപാട് ആൾക്കാർ, മലയാളികൾ പുതിയ വീട് പണിയുന്നവരുണ്ട്. വന്നു കഴിയുമ്പോൾ നല്ലൊരു വീട്, കാരണം പലപ്പോഴും ഇവിടെ വന്നു കഴിയുമ്പോൾ വളരെ മോശപ്പെട്ട എന്താ പറയുക, കയറി താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള പല വീടുകളാണ് ഉള്ളത് ഇല്ലേ, നമ്മുടെ കയ്യിലെ പൈസ അനുസരിച്ച്. അപ്പോൾ കൺസ്ട്രക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്തെങ്കിലും ഹെൽപ്പുകൾ പുതിയ വീട് പണിയുന്നവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുവല്ലോ, ഹോം ഗ്യാരണ്ടി സ്കീമിൽ കൺസ്ട്രക്ഷൻ നമുക്ക് ഇതാണ്. പക്ഷേ കൺസ്ട്രക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് പർച്ചേസിനോടൊപ്പം തന്നെ ഒന്നില്ലെങ്കിൽ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ കോൺട്രാക്ട് കൂടി വേണം. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സ്കീം ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ അല്ലാതെ ഉള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡിൻ്റെ മാത്രമേ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നുള്ളൂ. ഈ പണിയാൻ പോകുന്ന വീടിന് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് സെക്കൻഡോ തേർഡോ വീട് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഫസ്റ്റ് ഹോം ബയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലാൻഡ് ടാക്സ് ഇല്ല. ഫസ്റ്റ് ഹോം ബയർ ആണെങ്കിലും ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ സബ്സിക്വൻ്റ് ആണെങ്കിലും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. നമ്മൾ ലാൻഡിൻ്റെ പോർഷന് മാത്രമല്ല നമ്മൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത്. കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നില്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ നമുക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെഡി ടു ഒക്യുപ്പൈ ഒരു വീടാണ് നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് വീട് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ സമയം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ വീട് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വീടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ വേണം. അതായത് ലാൻഡ്സ്കേപ്പ് ഉണ്ടാവില്ല, പിന്നെ വിൻഡോ കവറിങ്സ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു വീടാക്കി എടുക്കണമെങ്കിൽ പിന്നെയും കുറേ കൂടി പൈസ ചെലവ് ചെയ്യണം. അപ്പോൾ അത് മൈൻഡിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് മിക്കവാറും ഇപ്പോൾ നമ്മൾ വല്ല ഔട്ടർ സബർബിലൊക്കെ ആയിരിക്കും നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ പ്രോപ്പർട്ടികൾ അപ്രീഷിയേറ്റ് ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. ആ സമയം ക്ലോസ് ടു സിറ്റി ആണ് നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വീട് വാങ്ങുമ്പോൾ അവിടെ ചിലപ്പോൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ നിയർ ബൈ ഉണ്ടായിരിക്കും. സ്കൂൾ ഉണ്ടാവും, നല്ല റോഡ് ഉണ്ടാവും, എല്ലാം ഈസി ആക്സസ് ആയിരിക്കും. ആ സമയം നമ്മൾ ഈ ഔട്ടർ സബർബിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മൾ മലയാളികൾ ഇപ്പം ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ്, എന്നാൽ ആർക്കും വലിയ ധാരണയില്ലാത്തൊരു സംഭവമാണ് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ജോയുടെ അഭിപ്രായം? SMSFന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ വന്നു, ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തി, നമ്മളൊരു 5-6 കൊല്ലം ജോലി ചെയ്തു, അല്ലെങ്കിൽ അത് നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട് നമുക്ക് ഈ SMSF സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SMS സെറ്റ് ചെയ്തിട്ട് നമ്മളത് കുറച്ചും കൂടി നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കൺവീനിയൻസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാങ്ക് ലോണും കൂടി തരുവാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു $1 ലക്ഷം ഉണ്ടെങ്കിൽ ബാങ്ക് വേണമെങ്കിൽ നമുക്ക് $4 ലക്ഷം കൂടി തന്നിട്ട് നമുക്ക് 5 ലക്ഷത്തിൻ്റെ വീട് വാങ്ങാൻ പറ്റുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി റിസ്ക്
കുറവാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ഷെയർസിലൊക്കെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും റിസ്ക് കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് നല്ല ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2-3 വർഷം മുമ്പൊക്കെ പെർത്തിൽ SMSF പ്രോപ്പർട്ടി മേടിച്ച ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ പ്രോപ്പർട്ടി ഒരു 2-2.5 ലക്ഷമൊക്കെ അവരുടെ പ്രോപ്പർട്ടി വാല്യൂ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഗ്രോത്ത് ഒരിക്കലും നമുക്ക് റിട്ടെയിൽ സൂപ്പർ ഫണ്ടിൽ കിട്ടില്ല. സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിന് വേണ്ട ലോൺ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ സെക്ടറിൽ മേജർ ബാങ്കുകൾ ഇപ്പോൾ ഈ SMSF ലോൺ ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും ഈ നോൺ ബാങ്ക് ലെൻഡേഴ്സ് പിന്നെ പ്രൈവറ്റ് ലെൻഡേഴ്സ് ആണ് ഈ ഒരു മേഖലയിൽ നമുക്ക് ലോൺ കൊടുക്കുന്നുള്ളൂ. അവർ കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് സാധാരണ ലോൺ ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലാണോ? റേറ്റ് അല്പം കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് സ്റ്റിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യണം. ചുമ്മാ നമ്മൾ കേട്ടോണ്ട് എന്താണ് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിൽ പോയി വീട് മേടിച്ചു കഴിഞ്ഞാൽ വീടും പോകും, സൂപ്പർ ഫണ്ടും പോകും, എല്ലാം പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജോയി അതിന് വേണ്ട എന്താ പറയുന്നത് സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ടിന് നമ്മൾ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലോൺ എടുത്തു കൊടുക്കാനായിട്ട് സഹായിക്കും. പക്ഷെ നമ്മൾ വീട് മേടിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം മേടിക്കാനായിട്ട്. അത് വില കയറാൻ സാധ്യതയുള്ള സ്ഥലത്ത് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെ മേടിക്കണം. അല്ലാതെ ഇപ്പം കാണുമല്ലോ അല്ലെ സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ടിനെ കുറിച്ച് പറയുമ്പം അതിന് വേറെയും കോസ്റ്റുകളുണ്ട്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കോസ്റ്റുകൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ടിൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടാതെ തന്നെ നമുക്ക് അതുപോലെ തന്നെ 6 പേരെ മൊത്തത്തിൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ 2 കപ്പിൾസിനെ കൂടിയും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ 6 പേര് കൂടി ചേർന്നിട്ട് SMSF ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഇയർലി വരുന്ന ചിലവുകളുണ്ട്. അതായത് ഈ ടാക്സ് റിട്ടേൺ, ഫിനാൻഷ്യൽസ്, പിന്നെ ഓഡിറ്റിങ്, അങ്ങനെയുള്ള ചിലവുകൾ ഇത് എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടും, റിസ്ക് കുറഞ്ഞിരിക്കും, ലോ റിസ്കിലേക്ക്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി യോജിച്ച് പോകാവുന്നവരുമായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സെൽഫ് മാനേജ്ഡ് ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ അത് കോസ്റ്റ് ഇൻവോൾവ് ആണ്. നമ്മൾ സാധാരണ ഒരു വീട് മേടിച്ച് കൊണ്ടു നടക്കുന്നതിനേക്കാളും അതിനകത്ത് കോസ്റ്റ് ഇൻവോൾവ് ആണ്. പിന്നെ അതേപോലെ തന്നെ മറ്റു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് പ്രോപ്പർട്ടി വില കയറിയാലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ കേട്ടോ. എവിടെയെങ്കിലും ഇപ്പോൾ പോയി ഒരു വീട് മേടിച്ചു, അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർട്ടിയിൽ വില കയറുക അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് സംഭവിക്കുന്നത് ജോയി ചെയ്യുന്നത് അത് സെൽഫ് മാനേജ്ഡ് ഫണ്ടിനുള്ള ലോൺ എടുത്തു തരും. പക്ഷേ വീട് മേടിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേണം മേടിക്കാനായിട്ട്. അത് ജോയി ഗ്യാരണ്ടി ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ആദ്യം കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്. നമുക്ക് സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് സെറ്റപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ആരെങ്കിലും എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യുന്ന അക്കൗണ്ടൻസും പിന്നെ ആയിട്ടൊക്കെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടി വാങ്ങുന്ന സ്റ്റേജിലും നിങ്ങൾക്ക് അങ്ങനെ ബയർ ഏജൻറ്റ് അങ്ങനെയുള്ള ഇത് വേണമെങ്കിൽ അതിനും നമുക്ക് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് സെൽഫ് മാനേജ് ഫണ്ടുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിസിനെ ബന്ധപ്പെടാം. അതിൻ്റെ ലോണും കാര്യങ്ങളും ജോയിസ് ചെയ്യും. പിന്നെ അതിൻ്റെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ടൈമും എടുക്കും, പൈസയും ഇൻവോൾവ് ആണ്. അതിന് വേണ്ടിയുള്ള അക്കൗണ്ടൻറ്റോ ലോയറൊക്കെ ആയിട്ടുള്ള അതിനും ജോയി ചെയ്യുന്ന ആൾക്കാർ ജോയിക്ക് അറിയാം. അതേപോലെ തന്നെ ബയേഴ്സ് ഏജൻറ്റ് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിലും ജോയിയെ കണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം ജോയി അവരുമായിട്ടും കണക്ട് ചെയ്ത് തരും. ഇതിന് വേറൊരു സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ടിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഓൺലി 15%. അതിന് ടാക്സ് ഫ്രീ അല്ല കേട്ടോ. ഇത് ടാക്സ് പല ആൾക്കാർ ഓർത്തിരിക്കുന്ന ഈ നമ്മൾ സെൽഫ് മാനേജ് സൂപ്പർ ഫണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ അല്ല, 15% നമ്മൾ ടാക്സ് അടക്കണം. നമ്മളല്ല മറ്റേതിന് അടയ്ക്കുന്ന അത്രയും ടാക്സ് അടയ്ക്കേണ്ട, പക്ഷേ ഇത് 15% നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷേ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വേറെയും കൂടുതൽ ടാക്സ് ബെനിഫിറ്റുകളുണ്ട്. ഇത് 60 വയസ്സിന് ശേഷം ടാക്സ് കുറവുണ്ടോ? കുറവുണ്ട്. 60 ശേഷം കുറവ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ജോയി പറഞ്ഞതിൽ എനിക്ക് പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ടതെന്നല്ല, വളരെ നല്ലൊരു ഡീൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഡെപ്പോസിറ്റ് കുറവുള്ളവരുണ്ട്. ഇപ്പോൾ ക്യൂൻസ്ലാൻഡിൽ ബ്രിസ്ബൻ ഏരിയയിൽ താമസിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം പൈസ ഇപ്പം നിലവിൽ പൈസ കുറവുണ്ടെങ്കിൽ 5% ഡെപ്പോസിറ്റ് ജെന്യൂൻ സേവിങ്സ് നമ്മുടെ കയ്യിൽ വേണം.
പക്ഷേ എങ്കിലും ഒരു $5000 നമുക്കൊരു ബ്രാൻഡ് ന്യൂ വീട് മേടിക്കുകയോ അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ വീട് പണിയുകയോ ചെയ്യാം. അതിന് താല്പര്യമുള്ളവർ, അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ജോയിയെ വിളിക്കുക. ജോയിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. അതല്ല മറ്റ് സ്റ്റേറ്റുകളിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഹോം ഓണേഴ്സ് ഗ്രാൻറ്റും ഈ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ബെനിഫിറ്റ്സും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ജോയിയെ വിളിക്കാം. അദ്ദേഹം അതേക്കുറിച്ചൊക്കെ പഠിച്ചിരിക്കുന്നതാണ്. ഈവൻ വിക്ടോറിയയിലായാലും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, നമുക്കറിയത്തില്ലാതെ പോകുന്നതാണ്. അതേക്കുറിച്ചൊക്കെ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന ആളാണ് ജോയി. വിക്ടോറിയ എന്ന് മാത്രമല്ല, സൗത്ത് ഓസ്ട്രേലിയ, അതേപോലെ വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറിക്കാർക്ക് മറ്റും വിളിക്കാം. അവിടെ നന്നായിട്ട് $50,000 മറ്റും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ടാസ്മാനിയ, എങ്ങനെയുള്ള ആൾക്കാർക്കും ജോയിയെ വിളിക്കാവുന്നതാണ്. ജോയി എന്താ വേറെ ഒന്ന് കൺക്ലൂഡ് ചെയ്തോ ജോയിക്ക് പറയാനുള്ളത്? നമുക്ക് ഈ ഹോം ഗ്യാരണ്ടി സ്കീമിനെ പറ്റി കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് പ്രൊഫഷനിൽ ഉള്ള ആൾക്കാർക്കായാലും ഈ സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പം നല്ല ഇൻകം ലിമിറ്റേഷൻ ഉണ്ട്. ജോയിൻ്റ് ഇൻകം 200,000 പോകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിലും ഇതിൽ നോക്കുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സബിൾ ഇൻകമാണ്. അതായത് 2023-24 ടാക്സബിൾ ഇൻകമാണ്. അപ്പോൾ ഇപ്പോൾ ഹയർ ഇൻകം റേഞ്ചിലുള്ള ആൾക്കാരും പുതിയതായിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അവർക്ക് ആ ലിമിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ റെൻ്റ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഈ പ്രൈസ് ക്യാപ്പ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ നിന്നുകൊണ്ട് ഒരു വീട് പെട്ടെന്ന് വാങ്ങി വാടക ഒഴിവാക്കാനായിട്ട് ഈ സ്കീം വളരെ പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ സ്കീമൊക്കെ ഉപയോഗിക്കുന്ന 10,000, 20,000, മാക്സിമം ഇരിക്കുന്ന $50,000 വരെ ഉണ്ട് ചിലയിടത്ത്. അതല്ലെങ്കിൽ $30,000, $20,000 നമ്മൾ സേവ് ചെയ്യുവാണ് കേട്ടോ ഒരു വർഷം. പിന്നെ അവിടെ ഒരു കൊല്ലത്തൊക്കെ നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ സെൽഫ് മാനേജ്ഡ് സൂപ്പർ ഫണ്ടിൻ്റെ കേസിൽ പറഞ്ഞത്, അത് വളരെ ഒരുപാട് മലയാളികൾ അത് ചെയ്യുന്നവരുണ്ട്. അത് ചെയ്ത് പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യുന്നവരുണ്ട്. കാരണം നമ്മൾ റിട്ടയർമെൻറ്റ് ഒത്തിരി നേരത്തെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സൂപ്പറിൽ കുറച്ച് പൈസ കിടന്നാലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെടുക. ജോയി അതിന് പറ്റിയ ഒരാളാണ്. ജോയി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോയി സെൽഫായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റബിൾ ആണെന്നാണ് ജോയി പറഞ്ഞത്. അതാണ് ജോയിക്ക് താല്പര്യം. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട, സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല വീട് മേടിച്ച് അതിൽ സ്വസ്ഥമായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.